ഗാസയിൽ വെടിനിർത്തലായി. ഗാസ അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപും പറയുന്നു. പക്ഷേ ഇസ്രയേൽ കരാർ ഒപ്പിട്ടതിന് ശേഷവും ആക്രമണം നടത്തുകയാണ് വെസ്റ്റ് ബാങ്കിൽ. ഇന്നലെ തുൽക്കരീം മേഖലയിലെ നൂർ ഷംസാസ് എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പിൽ കയറി ഇസ്രായേൽ പട്ടാള ആക്രമണം നടത്തി. ഒരു ഗർഭിണിയെ, വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു, ഗർഭിണി ശൂലം എന്നൊക്കെ പറയുന്ന പോലെ ആ ഗർഭിണിയെ വെടിവെച്ച് കൊന്നു. ആ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത് അതിന് ജീവൻ കൊടുക്കാനുള്ള അവസരം പോലും കൊടുത്തില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇവിടെ വെടി നിർത്തിയപ്പോൾ അവിടെ വെടി തുടങ്ങിയിരിക്കുന്നത്? ഇവിടെ നിർത്തിയതുകൊണ്ട് അവിടെ തുടങ്ങി. ഇവിടെ ഉള്ളപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു, അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം മേജർ വെടി ഇവിടെയാണ് നടക്കുന്നത്, മറ്റേത് മൈനർ വെടിയായിരുന്നു. ഈ മേജർ വെടി നിന്ന് കഴിഞ്ഞപ്പോൾ മൈനർ വെടിയുടെ ഒച്ച നമ്മൾ കേൾക്കുന്നു. ഇറ്റ് വാസ് ഓൾവേസ് അണ്ടർ പ്രോബ്ലം. വെസ്റ്റ് ബാങ്ക് പ്രോബ്ലത്തിലായിരുന്നു, ഹമാസിൻ്റെ അത്രയും പ്രോബ്ലത്തിലല്ല. അതെ, ഫത്തയാണ്. ഫത്ത എന്ന് പറഞ്ഞാൽ ആരാണ്? സമാധാനം യാസർ അരാഫത്തിൻ്റെ പാർട്ടിയാണത്. പാലസ്തീൻ ലിബറേഷൻ ഇപ്പുറത്തും കിട്ടിയിട്ടുണ്ട് സമാധാനത്തിന് നോബൽ പ്രൈസ്. ഇസ്രായേലിൻ്റെ മെനാഹം ബെഗിനും നോബൽ സമ്മാനം രണ്ടുപേർക്കും ഒരുമിച്ചാണല്ലോ കൊടുത്തത്. യാസർ അരാഫത്തിനും കൊടുത്തു, ഇസ്രായേലിൻ്റെ മെനാഹം ബെഗിനല്ലേ ഇത്, രണ്ടുപേർക്കും കൊടുത്തു. രണ്ട് ചട്ടമ്പിമാർക്ക് ഒരുമിച്ച് കൊടുത്തു. അങ്ങനെ കൊടുത്തു നോബൽ സമ്മാനമൊക്കെ ഇവർ പെർപ്പച്വൽ കോൺഫ്ലിക്റ്റിലാണ്. ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? അവസാനത്തെ ഹമാസിനെയും തുടച്ചു നീക്കിയിട്ടേ ഞങ്ങളിത് അവസാനിപ്പിക്കുകയുള്ളൂ. അവസാനത്തെ ഹമാസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഫലത്തിൽ അവരുദ്ദേശിക്കുന്നത് പാലസ്തീനികളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ആളൊന്നുമില്ല, ഇത് സുന്നി മുസ്ലിംസാണ്. കഷ്ടമല്ലേ ഒരു ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ? അതിപ്പോൾ അല്ലെങ്കിൽ ഇവരെ ഓടിക്കും. മര്യാദയ്ക്ക് നിൽക്കാം, ഒരു ബാലൻസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന ടീമാണ് ഇത്. അതല്ല, അവരൊരിക്കലും ഇസ്രായേലിന് എന്താ റിവർ ടു സീ, ഇതാണ് അവരുടെ ആവശ്യം. അതായത് ഇസ്രായേൽ ഇല്ല. അപ്പോൾ പിന്നെ ഇസ്രായേൽ നേരെ റിവർ ടു സീ, നീയുമില്ല, നിന്നെ ഞാൻ ഇല്ലാതാക്കും. നിനക്ക് ജീവിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പൊക്കോ, ജോർദാനിൽ പൊക്കോ, ഈജിപ്തിൽ പൊക്കോ, സൗദിയിൽ, അവിടെ ആരാ നിന്നെ എടുക്കുന്നത് വെച്ചാൽ പോകും. ഒരു മനുഷ്യന് ഇവനെ എടുക്കാനില്ല. എല്ലാവരും പാലസ്തീനോട് വലിയ സാധാരണ ഉള്ളവരാണ്. എന്നാൽ ഒരു 10 പേരെ ഇവിടെ താമസിപ്പിച്ചിട്ട് നെതന്യാഹു ഇന്നലെ പറഞ്ഞു സൗദി അവസരം കൊടുക്കണമെന്ന്. സൗദി പൊട്ടിത്തെറിച്ചിരിക്കുക, ഇങ്ങോട്ടൊന്നും ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നല്ലാതെ അവർക്ക് അവിടെ കിടന്നു പൊറുക്കണ്ടേ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അല്ല, ഇസ്രായേലിന് ഈ ഗസയേക്കാൾ താല്പര്യം വെസ്റ്റ് ബാങ്ക് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ വെസ്റ്റ് ബാങ്കിലാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അല്ല, ഈ പല രീതിയിൽ ഇതിൻ്റെ ഹിസ്റ്ററി മുഴിപ്പിച്ച് കൊണ്ടുവരും. നമ്മുടെ ഇവിടെ ഖാലിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോൾ സന്ത് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല അയാൾ തന്നെ അന്തം വിട്ടുപോയി. അയാളെ സപ്പോർട്ട് ചെയ്തുണ്ടാക്കിയ തിയറികളുണ്ടല്ലോ, സിഖുകാരുടെ ചരിത്രം, സിഖ് ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഡൽഹി പോയാൽ ഞാൻ പോകുമ്പോഴൊക്കെ ബുക്ക് സ്റ്റാളിൽ അതിങ്ങനെ പോകും. ബുക്ക് സ്റ്റാളിൽ മൊത്തം ഇവരുടെ ചരിത്രങ്ങളാണ്, വലിയ ഗടാഗടിയൻ ഗ്രന്ഥങ്ങളിങ്ങനെ. ഇപ്പോൾ അതൊക്കെ ഇവിടെ പോയി. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചരിത്രത്തിൻ്റെ ഒരു പിൻബലം കൊടുക്കാനായിട്ട് അക്കാഡമിഷ്യൻസ് ഇറങ്ങിയിട്ട് വലിയ ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ദളിത് പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് 10,000 പേജിൽ 4 വോളിയത്തിൽ പുസ്തകമൊക്കെ ആൾക്കാർ ഇറക്കും. ഇതൊക്കെ ഇമാജിനറി കഥകളാണ്. ഈ പറഞ്ഞ മാതിരി സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നങ്ങേലിയുടെ മുല മുറിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കള്ളക്കഥകളൊക്കെ എഴുതി അതങ്ങ് പൊലിപ്പിച്ച് വലുതാക്കി പുസ്തകങ്ങൾ എഴുതും. ഇതുപോലെ ഇസ്രായേലും ചരിത്രം ഉണ്ടാക്കുന്നതിൽ മോശമൊന്നുമല്ല, അവരും ചരിത്രം ഉണ്ടാക്കും. കാരണം എല്ലാവർക്കും മോറൽ ജസ്റ്റിഫിക്കേഷൻ വേണ്ട ഈ ചെയ്ത്തിന്. അപ്പോൾ അതിന് അവരും കഥകളൊക്കെ ഉണ്ടാക്കും. ഗസയും അവർക്ക് വളരെ, ഇസ്രായേലിൻ്റെ നടുക്കല്ലേ ഗസ, സ്ഥലമാണല്ലോ. ഒരു സ്വയംഭരണം കൊടുത്തു എന്നേ ഉള്ളൂ. ബട്ട് ആക്ച്വലി ട്രംപിൻ്റെ ഡിസൈൻ വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും 20 ലക്ഷം പേരെ ഇവാക്യുവേറ്റ് ചെയ്ത് വേറെ രാജ്യത്ത് കൊണ്ട് പാർപ്പിക്കലൊക്കെ പ്രായോഗികമാണ്. അത് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്യാം. അതുകൊണ്ടാണ് ട്രംപ് അത് പറഞ്ഞത്. അല്ല, അവർ പോവുക ഇപ്പം നമ്മൾ ഈ അവർ പോവുകയല്ല, അവരെ എടുത്തുകൊണ്ട് പോവുകയാണല്ലോ. അവർ പോകുന്നൊന്നുമല്ല, അത് എടുത്തുകൊണ്ട് പോകും. അവിടെ താമസിക്കാൻ പറ്റില്ല. അത് ശരിയാ, തകർന്നു നടക്കുകയാണല്ലോ, കംപ്ലീറ്റ് തകർന്നു നടക്കുക. വൈദ്യുതി ഇല്ല, വെള്ളമില്ല. അവിടെ താമസിച്ചാൽ 4-5 വർഷം കൊണ്ട് സ്വാഭാവികമായിട്ട് മരിക്കും, ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വന്നിട്ട്. സോ ബെറ്റർ ദേ ഡിസ്പ്ലേസ്. ഇപ്പോൾ ജോർഡാൻ,
അല്ലെങ്കിൽ ഈജിപ്റ്റ്. ഈ രണ്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നെടുക്കുക. ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മെല്ലെ ജോർഡാനും ഈജിപ്റ്റും ഇത് സമ്മതിക്കേണ്ടി വരും അവർക്ക്. അത്രയധികം അമേരിക്ക അവരെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഈജിപ്തിനും ഇസ്രായേലിനും മാത്രമാണ് അമേരിക്ക സാമ്പത്തിക സഹായം കൊടുക്കുന്നത്, ട്രംപ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിക്കും. പക്ഷേ ഈ നമ്മൾ യുദ്ധത്തിനകത്ത് ഒരു നീതിയൊക്കെ ഇല്ലേ? ഇപ്പോൾ ഞാൻ ഈ രാവിലെ ഈ പത്രം വായിച്ചപ്പോൾ നമ്മുടെ മലയാള പത്രങ്ങളിൽ പോലും ഉണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗർഭിണിയെ വെടിവെച്ച് വീഴ്ത്തി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു, അതിനുപോലും ഇസ്രായേലി പട്ടാളക്കാർ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇസ്രായേലിനോട് അനുഭാവം തോന്നുന്ന ആൾക്ക് പോലും ഒരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ? അല്ല, അത് നമ്മളുടെ ആ സങ്കല്പം പോലെ ഇരിക്കും. നമ്മൾ വിചാരിക്കുന്നത് വളരെ ശാന്തമായ ഒരു പ്രഭാതം, ഒരു കുഴപ്പമില്ല, ഒരു ഗർഭിണി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ആശുപത്രി പോകാനോ കടയിൽ പോകാനോ, ഇസ്രായേലി പട്ടാളക്കാർ നിൽക്കുന്നു, ഇവരെ കണ്ടപാടെ കച്ചകരാന്ന് വെടിവെക്കുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രം. സംഭവം അതൊന്നുമല്ല. അവിടെ അന്യോന്യം വെടിവെപ്പ് നടക്കുന്നു, അതിനകത്തൊരു ഗർഭിണി പെട്ടുപോകുന്നു. ഇതാണ് സംഗതി. ഇപ്പോൾ കൊലാറ്ററൽ ഡാമേജ് എന്നാണല്ലോ ഇതിനെയൊക്കെ വിളിക്കുന്നത്. കൊലാറ്ററൽ ഡാമേജിന് ഒരു ഇൻ്റർനാഷണൽ റൂളുണ്ട്. എത്ര പേര് വരെ മരിക്കാം, നേരിട്ട് യുദ്ധത്തിൽ പടയാളികൾ എത്ര മരിച്ചു, കൊലാറ്ററൽ ഡാമേജ് എത്ര, സിവിലിയൻസ് എത്ര മരിച്ചു. ഇസ്രായേൽ ഈ കണക്ക് ഇപ്പോഴത്തെ AI വെച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും കൊലാറ്ററൽ ഡാമേജ് ക്രോസ് ചെയ്യുന്നുണ്ടോ, ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇതുവരെ അവർ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. അവർ ഇതെല്ലാം റെഡിയാക്കിയാണ് അവർ വയ്ക്കുന്നത്. നാളെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അവർക്ക് മറുപടി പറയേണ്ടി വന്നാൽ ഡാറ്റ ഉണ്ടാവണം കയ്യിൽ. ഈ ഡാറ്റയൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. എവറി 3 hours അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഗാസയിലാണെങ്കിലും ഇവിടെ വെസ്റ്റ് ബാങ്കിലാണെങ്കിലും കൊലാറ്ററൽ ഡാമേജ് എത്രയുണ്ടാകുന്നുണ്ട്. ബട്ട് ഈ കൊലാറ്ററൽ ഡാമേജ് കൂട്ടുമ്പോൾ അതിലാണ് പലപ്പോഴും തർക്കം വരുന്നത്, വെദർ ഹി വാസ് എ സിവിലിയൻ ഓർ നോട്ട്. ഇസ്രായേൽ പറയുന്നത് ഓരോ ഹമാസും അയാൾ സിവിലിയനൊന്നുമല്ല, സിവിലിയനാണെങ്കിൽ അയാൾ തോക്കും കൊണ്ട് നടന്നത് എന്തിനാ, ഈ ചോദ്യമാണ്. അതെ, ഹമാസ് പറയുന്നു അവരൊക്കെ നിഷ്കളങ്കരായിരുന്നു. ഇതാണ് ഹമാസിൻ്റെ വാദം. ഈ തർക്കം പക്ഷേ തർക്കിക്കാൻ നിങ്ങൾക്കൊരു ബേസും ഒരു ഡാറ്റയും വേണ്ടേ? ആ ഡാറ്റ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, ഹമാസിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ UNRW, WHO, USAID ഒക്കെയാണ്. ഈ പരിപാടിയൊക്കെ ഈ കാരണവർ നിർത്തുകയും ചെയ്തു. പക്ഷേ ഈ ഐക്യരാഷ്ട്രസഭയാണെങ്കിലും 2 രാജ്യങ്ങളെന്നത് അംഗീകരിച്ചാണ്, ഇസ്രായേലും പലസ്തീനും. അപ്പോൾ ഇസ്രായേൽ വന്നു കഴിഞ്ഞു, ഇനി പാലസ്തീനെ ഉണ്ടാവാൻ അനുവദിക്കുക എന്നുള്ളത് ഈ കരാറിൻ്റെ ഭാഗമായി ന്യായമായ ഒരു കാര്യമല്ലേ? അല്ല, ഈ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിലെ 96 രാജ്യങ്ങളാണ് പാലസ്തീൻ എന്ന സാങ്കല്പിക രാജ്യത്തെ അംഗീകരിച്ചിരിക്കുന്നത്. പാലസ്തീന് യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഒബ്സർവർ സ്റ്റാറ്റസേ ഉള്ളൂ, മെമ്പറല്ല. ഇതാണ് പാലസ്തീൻ. പാലസ്തീൻ എന്ന് പറഞ്ഞ് കുറ്റിതറച്ച് അതിർത്തി വെച്ച് ഒരു രാജ്യമില്ല, ഇപ്പോഴും ഇല്ല. പലരും ധരിക്കുന്ന അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും അവരെ ഇസ്രായേൽ അങ്ങനെയല്ല. പാലസ്തീൻ ഒരു സാങ്കല്പിക രാജ്യമാണ്. ഈ സാങ്കല്പിക രാജ്യത്തിൻ്റെ അതിരുകൾ എവിടെയാണ്? അതിപ്പോഴും തർക്കത്തിലാണ്. കാരണം ജെറുസലേം അടക്കം പാലസ്തീനാണെന്നാണ് മുസ്ലിങ്ങളുടെ വാദം. ജെറുസലേം ജൂതന്മാരുടെയാണെന്ന് അവരും വാദിക്കുന്നു. ഇപ്പോൾ ജെറുസലേം ഇരിക്കുന്നത് ജൂതന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് ഒരിക്കലും തീരാത്ത ഒരു പ്രശ്നമാണ് ഈ പാലസ്തീൻ എന്നുള്ള സങ്കല്പം. ബട്ട് ട്രംപ് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ കളയുക, ഹിസ്റ്ററിയും കുന്തമൊക്കെ മനസ്സിൽ നിന്ന് കളയുക, പലസ്തീൻ എന്നുള്ള ആശയം തന്നെ ഉപേക്ഷിക്കുക എന്നൊന്നും പുള്ളി പറയുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 20 ലക്ഷം ആൾക്കാർ ഗസയിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കുക. ഞാൻ ഗസയെ ഒരു കടൽ തീര വിശ്രമ കേന്ദ്രമാക്കി മാറ്റാം. അസാമാന്യമായ വലിയൊരു റിവിയേറ എന്ന വാക്കാണ് പുള്ളി ഉപയോഗിച്ചത്. അത് കടൽ തീരം, കായൽ തീരത്തൊക്കെയുള്ള കേരളത്തിൽ ഒരുപാട് റിവിയേറ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ റിസോർട്ടാക്കി മാറ്റാം, അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം അപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇത് മാറ്റാനായിട്ട് 20 വർഷമാണ് ട്രംപ് പറയുന്നത് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ. ആഫ്റ്റർ 20 years അപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരുമോ, അപ്പോൾ നമുക്ക് നോക്കാം. അതുവരെ നിങ്ങൾ സേഫായിട്ട് ജോർഡാനിലും ഈജിപ്തിലുമായിട്ട് കഴിയുക. പ്ലീസ് കോപ്പറേറ്റ് ഫോർ പീസ്. അതൊക്കെ പോകുന്നവർക്കറിയാം, പോയാൽ പിന്നെ വരാൻ പറ്റില്ല. അല്ല, അങ്ങനെയുള്ളവർ പോകണ്ട. ദേ ആർ റെഡി ടു, ഇങ്ങനെ തന്നെ
ദുരിതത്തിൽ കിടന്ന് ഈ ഗുസ്തിയുമായിട്ട് കിടക്കാനാണ് അവരുടെ വിധിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഒഴിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്, കിടക്കാൻ സമ്മതിക്കില്ല. കിടക്കാൻ ഈ ആദ്യമായിട്ട് ഗസയിൽ അമേരിക്കൻ പട്ടാളം നേരിട്ട് പോയിരിക്കുകയാണ്. ഇന്ന് വരെ അമേരിക്ക ചെയ്യാത്ത ചെയ്ത്താണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഈ ചെയ്തതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഇറാൻ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് അതൊന്ന് സ്പീഡപ്പ് ആക്കുന്നു. താമസിയാതെ ഈ മിസൈലിൽ തൊടുക്കാവുന്ന ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കും എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അതിന് മറുമരുന്നായിട്ടാണ് ആദ്യമായിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ ഗാസയിൽ കൊണ്ടുപോയി ഇറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പട്ടാളക്കാർ ഫിസിക്കലി അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, അവർ പോയിരിക്കുന്നു. അപ്പോൾ ഇത് ഇറാനെ കൂടെ നോക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ജോർഡാനും ഈജിപ്തും ഒക്കെ സമ്മതിക്കുമെന്ന്. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം, നിങ്ങൾ ജോലി തുടങ്ങുക ഗസയിൽ. അപ്പോൾ ട്രംപ് വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഡാം സീരിയസ് ആയിട്ടാണ്. ട്രംപിനെ പേടിക്കാൻ ആകെ ഒന്നേ ഉള്ളൂ, അമേരിക്ക. അമേരിക്കയ്ക്ക് അകത്തെ കോടതിയും അവിടുത്തെ സിവിൽ സൊസൈറ്റിയും ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ എന്താ അവരുടെ സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ ചില സ്ഥലത്തൊക്കെ ട്രംപിന് ഭൂരിപക്ഷം ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ട്രംപിൻ്റെ തലവേദന അമേരിക്കയ്ക്കുള്ളിലാണ്, പുറത്തുള്ള ആരെയൊന്നും ട്രംപിന് ഒരു പേടിയില്ല. ഈ ക്യാൻ മാനേജ് എന്ന രീതിയിലാണ് പുള്ളി പോകുന്നത്. ആകെ പ്രശ്നമായിട്ട് പുള്ളിക്ക് ഇന്ത്യ, ബ്രിക്സ് എന്ന് വെച്ചോ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ഇതൊക്കെയാണ് പുള്ളിയുടെ. കാനഡ കീഴടങ്ങി, മെക്സിക്കോ കീഴടങ്ങി. ട്രംപ് പറയുന്ന പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം പുള്ളി അവസാനിപ്പിച്ചു. കുടിയേറ്റക്കാർ സ്പെക്ടാക്കുലറായിട്ട് നാട് കടത്തുന്നത് അതൊരു കാഴ്ചയാക്കി മാറ്റണമെന്ന് പുള്ളിക്ക് വാശിയായിരുന്നു. അതല്ലെങ്കിൽ അത് അമേരിക്കയിൽ ആർക്കും കയറി വരാം എന്നുള്ള സ്ഥിതിയാണ് എന്ന് തോന്നുന്നു. അതില്ല, അമേരിക്കയിലേക്ക് കയറി വന്നാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ വെസ്റ്റ് ബാങ്കും ഗാസ പോലെ ആകും. ഗസ പോലെ ആവാനുള്ള കപ്പാസിറ്റി വെസ്റ്റ് ബാങ്കുകാർക്കില്ല. ഗസയുടെ അത്രയും അല്ല, അവിടെ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുമല്ലോ. അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടേ വരുള്ളൂ. ഗസ ഫസ്റ്റ്, വെസ്റ്റ് ബാങ്ക് പിന്നെ അവർ ഡീൽ ചെയ്യുള്ളൂ. വെസ്റ്റ് ബാങ്കും അജണ്ടയിലുണ്ടാവും. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണെന്നേ. ഈ നമ്മുടെയൊക്കെ മനസ്സിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിങ്ങനെ ഈ ഇവൻ്റൊക്കെ ആയിട്ട് ഇതങ്ങ് തീർന്നു, സമാധാനം. അല്ല, ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തലവേദനയായിട്ട് ഈ പ്രദേശം നിൽക്കും. അല്ല, ഇവരെ ഇവാക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ പലസ്തീൻ വേണ്ട എന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത്. അതെ, അങ്ങനെയാണ് നീങ്ങുന്നത്. വലിയ അപ്രിയകരമായ ഒരു വസ്തുതയാണ്. അല്ല, പലസ്തീൻ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ പലസ്തീൻ ഉണ്ടോ? ഇപ്പം ഇല്ലല്ലോ. ഉള്ളതുപോലെയാണ് പറയുന്നത്. ഉള്ളതുപോലെ പെരുമാറുന്നു. പാലസ്തീൻ എംബസി വരെയുണ്ട് ഡൽഹിയിൽ, പക്ഷേ പാലസ്തീനില്ല. പാലസ്തീൻ എംബസി ഉണ്ട്, ബട്ട് വേർ ഈസ് പാലസ്തീൻ? തൊട്ട് കാണിക്കും മാപ്പിൽ, ഇല്ല. അപ്പോൾ ആ ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതനുസരിച്ച് ട്രംപ് ഒരു ജനതയുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുത്തൂടെ? അല്ല, അത് കൊടുക്കാൻ തയ്യാറാണല്ലോ. പക്ഷേ ആ ജനതയുടെ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്താണ് ആ ജനത പാലസ്തീൻ വരച്ചിരിക്കുന്നത് മനസ്സിൽ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ആ മനസ്സിലെ വരപ്പ് മാറാതെ പ്രശ്നം തീരില്ല. ആ മനസ്സിലെ വരപ്പ് മാറുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെവർ എൻഡിങ് ഹെഡേക്ക് ആയിട്ട് ഇതിങ്ങനെ അടിച്ചും തല്ലിയും. അപ്പോഴും നമുക്ക് ഗർഭിണി, വെടിയുണ്ട, കുഞ്ഞ് എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് രോമാഞ്ചാണിയാനായിട്ട് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് കഥകൾ കിട്ടും, ഹ്യൂമൻ സ്റ്റോറീസ്. അതെ, അത് നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.